ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജിനു പ്രറ്റി. വെൽക്കം ബാക്ക് ടു ജിനു പ്രറ്റി ഹോം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഞണ്ട് രസമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, തക്കാളി, ഒരു വലിയ തക്കാളി തന്നെ വേണം, 5-6 ചുവന്നുള്ളി, 2-3 വെളുത്തുള്ളി. ഇത് നമ്മൾ ഒന്നുകിൽ ചെറുതായി അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു ചോപ്പറിലിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചതച്ചെടുക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം എണ്ണ ഊറ്റിയിട്ട് കടുകിടുക. കടുകിട്ട് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി മൂത്തതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില ഇവ ചേർത്ത് ഇളക്കി ആ കറിവേപ്പില ഒന്ന് മുരിയുന്ന അളവിന് നമ്മൾ വിടണം. കറിവേപ്പില ഇട്ട ഉടനെ മസാല ഇടണ്ട. കറിവേപ്പില ഒന്ന് ഇങ്ങനെ വറന്നു വരും. അപ്പോഴത്തേക്കിന് മസാല ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക്, ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് നുറുക്കിയതോ അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചെറുതാക്കിയതോ ഇപ്പോൾ ഇട്ട് ഈ എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഈ മസാല നന്നായിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്നു വരണം. കുറച്ച് കളറിന് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു 1/2 കിലോ ഞണ്ടാണ് ഇപ്പം എടുത്തു വച്ചേക്കുന്നത്. അത് കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നെല്ലിക്കായുടെ അളവനുസരിച്ച് ഉള്ള പുളി എടുത്ത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ഞെരടി പിഴിഞ്ഞെടുത്തതാണ്. പുളിവെള്ളമാണ് ഊറ്റിയത്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ചേർക്കാം. ആദ്യം പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണോ ഇതിൻ്റെ ചാറ് ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ചുള്ള പച്ചവെള്ളം ചേർക്കണം. ഇതിൽ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കത്തില്ല. നമ്മൾ കുരുമുളക് പൊടി ആദ്യം അരയ്ക്കാൻ എടുത്തായിരുന്നു. പിന്നീട് ഇപ്പോൾ പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ആയിരിക്കണം കുറച്ച് മുമ്പിൽ നിൽക്കേണ്ടത്. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കാൻ പാടില്ല. ഇത് നമ്മൾ ഞണ്ട് രസമാണ് വെക്കുന്നത്. ഞണ്ട് കറി വെക്കുമ്പോഴാണ് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ഒരു ഇച്ചിരി ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് വെക്കുന്നത്. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഉപ്പ് നമ്മൾ നോക്കി ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. കാരണം ഈ ചാറ് നമ്മൾ ആദ്യം കഷ്ണങ്ങൾ ഇടുന്നതിന് മുമ്പേ ഇതിൻ്റെ ചാറിൻ്റെ പുളിയും ഉപ്പും എല്ലാം കറക്റ്റാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞണ്ടിട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ഇളക്കാനൊക്കെ ഇച്ചിരി പാടായതുകൊണ്ട് മസാലയ്ക്കുള്ള കറക്റ്റായിട്ടുള്ള ഉപ്പും പുളിയും എല്ലാം നേരത്തെ തന്നെ നമ്മളത് ഈ ചാറ് തിളയ്ക്കുമ്പോൾ തന്നെ നോക്കി വെച്ചിരിക്കണം. ഞണ്ടിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപ്പൊക്കെ ഇട്ടാൽ ചിലപ്പോൾ അത് ഞണ്ടേ തന്നെ പിടിക്കും. നമുക്കത് ഇളക്കാൻ പറ്റാത്തത് കൊണ്ട് അത് പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപ്പ് കൂടുതലായിട്ട് അറിയും. ഇതിപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചു. ഇതിൻ്റെ ആ ചാറ് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ ഞണ്ടാണ് എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം വലിയ ഞണ്ടാണ്. അത് ഞാൻ കഴുകിയിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ പീസായിട്ട് ഇടരുത്. ചെറിയ ചെറിയ പീസായിട്ട് ഇടുവാണെങ്കിലേ ഉള്ളൂ നമുക്കത് കഴിക്കാനായിട്ട് ഒരു എളുപ്പം കിട്ടത്തുള്ളൂ. എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയ ഞണ്ട് നല്ല ഞണ്ടായിരുന്നു. ഞാനിപ്പോൾ രസം വെക്കണം, കാരണം ഇവിടുത്തെ ഇപ്പോൾ കാലാവസ്ഥ തണുപ്പാണ്. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഈ സമയത്ത് ഈ ഞണ്ട് രസം കഴിക്കുന്നത് നല്ലൊരു ഉള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ പിള്ളേർക്ക് ജലദോഷം, വീട്ടിലുള്ളവർക്ക് ജലദോഷമൊക്കെ ചുമയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇതുപോലെ ഒരു 1-2 ഞണ്ട് വാങ്ങി കറി വെക്കുവാണെങ്കിൽ അത് അവർക്ക് അത് ഞണ്ട് കഴിക്കാനും പിന്നെ അതിൻ്റെ ആ ചാറൊക്കെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ജലദോഷത്തിൻ്റെ ആ ഒരു കഫക്കെട്ടൊക്കെ മാറാൻ വളരെ നല്ലതാണ്. ഞണ്ട് എന്ന് പറയുന്നത് ചൂട് കാലത്ത് അങ്ങനെ ആരും വാങ്ങി കഴിക്കാറില്ല. ഇത് മാക്സിമം എല്ലാവരും തണുപ്പ് കാലത്താണ് ഇത് ഞണ്ട് വാങ്ങി കഴിക്കുന്നത്. ഇതിപ്പോൾ പീസൊക്കെ ഇട്ട് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചു.
പിന്നെ അത് നോക്കുമ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് വേകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും പുളിയും ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. അതങ്ങനെ കറക്റ്റായിട്ട് അപ്പോൾ പിടിക്കത്തില്ല. നമ്മൾ ആദ്യമേ തന്നെ ഞണ്ടിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചാറ് കറക്റ്റ് ഉപ്പും പുളിയും എല്ലാം ചെയ്ത് എടുത്തിരിക്കണം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം കുരുമുളക് പൊടി അത്യാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില മല്ലിയില ഞാൻ ആവശ്യത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനിയും ആവശ്യമുള്ളവർക്ക് അതും വേണമെങ്കിൽ ഇടാം. കുറച്ച് മല്ലിയിലയൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഈ ഞണ്ട് രസം എല്ലാം നിങ്ങളൊന്ന് വെച്ച് നോക്കണം. എല്ലാവർക്കും ഞാനിത് ആദ്യമായിട്ടാണ് വെച്ചത്. പക്ഷേ ഈ വീട്ടിൽ നന്നായിട്ടത് ചിലവായിപ്പോയി. ഞാൻ ആദ്യം ചോറിൻ്റെ കൂട്ടത്തിലല്ല, തന്നെ ഞണ്ട് രസം ആയിട്ട് എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഒത്തിരി കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾ ഇതൊന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ഒരു കമൻറ്റ് ഇടണം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.